ഹായ് ഫ്രണ്ട്സ്, അനുമോളെക്കുറിച്ച് ഇനിയും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അതേപോലെയാണ് അവസ്ഥകൾ. ഇത് കേരളമാണോ തമിഴ്നാടാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ എല്ലാ നടന്മാരെയും നടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ആരാധിക്കാൻ വേണ്ടി ഓരോ അമ്പലം മുക്കിലും മൂലയിലും പണിതിട്ടിട്ട് അവിടെ കിടന്ന് ഇവരൊക്കെ ആരാധിക്കും ഇല്ലേ? അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ കേരളം ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര പ്രബുദ്ധരായ ആൾക്കാരാണ്, ഇത്തിരി വിവരമുള്ളവരാണെന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷേ കേരളം അവരെക്കാളും അവസ്ഥ മോശമാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം PR കൊടുത്തിട്ട് ജയിച്ച വ്യക്തികളെ ഇത്രയും അധികം ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇത് വിനു വന്നും പറഞ്ഞ്, അതുപോലെ ഈ പറയുന്ന PR കൊടുത്ത അനുമോള് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ PR കൊടുത്തു എന്ന്. വിനു തന്നെ പറഞ്ഞിട്ടുണ്ട് 2000-3000 വോട്ട് മറിക്കാൻ നമുക്ക് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറിച്ചാൽ പോലെ അനുമോൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഈ അനീഷിനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട്, അനീഷ് ശരിക്കും ഒറിജിനലായി കളിച്ച് നേടിയ വോട്ടാണ്. ഇപ്പോൾ ഒരു അനീഷിന് ഒരു 5000 വോട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു 5000 വോട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ഒരു 4000 അടുത്ത് എത്തിയിട്ടുണ്ട്. അനുമോൾക്ക് നല്ല ഫാൻ ബേസ് 10-12 വർഷമാണല്ലോ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ആളായതുകൊണ്ട് 2000-3000 വോട്ട് മറച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അനുമോൾക്ക് അതിൻ്റെ ബാക്കിൽ 4000 വോട്ട് ഒരു 3000 വോട്ടായിട്ട് അനുമോൾ നിൽക്കുന്നത് വിചാരിക്കും. അപ്പോൾ ഈ 2000-3000 വോട്ട് വീണ്ടും അങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആർക്ക് കിട്ടും? അനുമോൾക്ക് കിട്ടും. അപ്പോൾ അനുമോൾ അവിടെ കാട്ടിക്കൂട്ടിയ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ, മറ്റുള്ളവരെ താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അനുമോൾക്ക് ട്രെയിനിങ് കിട്ടി ചെയ്തുള്ളതാണ്. അവിടെ ചെന്ന് ഓരോരുത്തരെയും താഴ്ത്തിക്കെട്ടണം. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ വലിയ അടിച്ചിറക്കിക്കൊള്ളാം, അനുമോളുടെ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കിക്കൊള്ളാം, ഇതൊക്കെ ട്രെയിനിങ്ങോടുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കുള്ള PR അല്ലാതെ ശരിക്കുള്ള ഫാൻസ് ഉണ്ട് കേട്ടോ. അതവർക്ക് വിഷമമാണ്. PR എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടാവും. കാരണം ഞങ്ങളെല്ലാവരും PR എന്നാണല്ലോ വിളിക്കുന്നത്. അനുമോളുടെ വോട്ടിൽ ഒരു 60% അനുമോൾക്ക് സ്വന്തമായിട്ട് നേടിയത് തന്നെയാണ്. ഫാൻ ബേസുള്ള ആളായത് കൊണ്ടാണ്. ഒരു 40% PR മുഖാന്തരം കിട്ടിയത് തന്നെയാണ് അനുമോൾക്ക്. ഇല്ലെങ്കിൽ അനുമോൾക്ക് ഫസ്റ്റ് കിട്ടാവുന്ന അത്ര പെർഫോമൻസ് ഒന്നും അനുമോൾക്ക് ഇല്ല. മറ്റുള്ളവർ താഴ്ത്തി കിട്ടിയിട്ടാണോ മറ്റുള്ളവർ ഫസ്റ്റ് മേടിക്കുന്നത്? ആണോ? അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് വിഷമമുണ്ടെങ്കിൽ സോറി കേട്ടോ, നിങ്ങളൊന്നും PR അല്ല, അനുമോളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. പിന്നെ അനുമോൾ ഒരിക്കലും ഡിസേർവിങ് അല്ല, ഫസ്റ്റിന് വേണ്ടി ഡിസേർവിങ് അല്ല. കഴിഞ്ഞ സീസണിൽ ജിൻഡോ ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ജിൻഡോ ഡിസേർവിങ് ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലല്ല. ഡിസേർവിംഗ് ആയ വേറെ പേഴ്സൺസ് അവിടെ ഉണ്ട്, അവരും നെഗറ്റീവായിട്ട് കുറേ കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാൻ. അപ്പോൾ ഈ വട്ടം അനുമോളോ? പക്ഷേ ഈ വട്ടം അനുമോൾക്ക് PR ഉള്ളത് കൊണ്ട് ആ നെഗറ്റീവൊക്കെ പോസിറ്റീവായിട്ടുള്ള മാല അണിഞ്ഞു കൊടുത്തു. അതാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ വിനുവിൻ്റെ കയ്യിലാണ് അനുമോൾ സുരക്ഷിതമായ കരങ്ങൾ കൊടുത്തു പോയത്. ഇനി അനുമോളുടെ വേറൊരു കാര്യം ഞാൻ അലിഗേഷൻ പറയട്ടെ. അനുമോള് അപ്പാനി ശരത്തും അതുപോലെ തന്നെ നമ്മുടെ ബിൻസിയും ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഈ ആൾക്ക് പുറത്തൊരു ഭാര്യയും കുട്ടിയുള്ളതല്ലേ, അവർ കാണുമ്പോൾ എന്തായിരിക്കും, നാട്ടുകാർ കാണുമ്പോൾ, കുടുംബ പ്രേക്ഷകർ കാണുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനൊരു പെണ്ണ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഈ അനുമോൾ എന്താ ചെയ്തത്? അഭിലാഷിനെ ഈ രണ്ടാമത് റീഎൻട്രി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അഭിലാഷിന് ഉമ്മ വെച്ചു. കൃത്യമായിട്ട് ബിഗ് ബോസ് ശരിക്കും കാണിക്കുന്നുണ്ട്. അഭിലാഷ് അങ്ങോട്ടും അനുമോൾ ഇങ്ങോട്ടും ഉമ്മ വയ്ക്കുന്നത്. അപ്പോൾ അഭിലാഷിൻ്റെ ഭാര്യയില്ലേ, അഭിലാഷിൻ്റെ ഭാര്യ ഇത് കാണുന്നതല്ലേ, അപ്പോൾ എന്തുകൊണ്ട് രണ്ട് തരം സ്റ്റാൻഡ് എടുക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ബിഗ് ബോസ് നശിച്ചു ഈ PR കൊണ്ട്. ഇതുപോലെ അഖിൽ മാരാറിന് PR ഉണ്ടായിരുന്നു, പക്ഷേ അഖിൽ മാരാർ ഡിസേർവിങ് ആയിരുന്നു. ആ സീസണിൽ അഖിൽ മാരാരെ വെട്ടിക്കാൻ വേറൊരു പേഴ്സൺ അവിടെ ഇല്ല. അപ്പോൾ PR ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അയാൾ തന്നെയാണ് വിജയിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ അത്ര നല്ല പ്ലേ ചെയ്യുന്ന ആളാണ് അഖിൽ മാരാർ. ജിൻഡൊന്നും ഒന്നുമല്ല, പിന്നെ അനുമോളും ഒന്നുമല്ല, കളികളിലോ ഒന്നുമല്ല. ഇങ്ങനെ ഈ കുശുമ്പും കുന്നായ്മയും വെച്ച് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് മത്സരാർത്ഥികളെയാണ് ഈ ബിഗ് ബോസ് ഈ PR കൊണ്ട് നശിപ്പിക്കുന്നത്. അടുത്ത വർഷം ഈ PR ഇല്ലാതെ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ 1.5 ലക്ഷം രൂപയാണ് ശൈത്യയുടെ നിന്ന് മേടിച്ചതെന്ന് പറയുന്നു വിനു. പക്ഷേ 35 ഡേയ്സിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ ശൈത്യ ഈ അനുമോളുടെ പോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ളവരെ അടിച്ച് ആക്ഷേപിച്ച് താഴ്ത്തിടുകയാണെങ്കിൽ ഈ വിനു ശൈത്യനെ ഈ 16 ലക്ഷത്തിന് വിജയിപ്പിച്ചനെ. ഈ ശൈത്യയുടെ അച്ഛൻ്റെ നിന്നാണ് ഈ മേടിക്കുന്നത് കാശ്. അപ്പോൾ ശരിക്കും ശൈത്യം ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്താൽ മതി, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്താലും മതി, വിനു വിജയിപ്പിച്ചേനെ. പക്ഷെ ശൈത്യം അതും ചെയ്തില്ല, നെഗറ്റീവും ചെയ്തില്ല, പോസിറ്റീവും ചെയ്തില്ല. അപ്പോൾ വിനു തന്നെ പറയുന്നുണ്ട് 50,000 രൂപ എനിക്ക് തന്നു എന്ന് പറയുന്നത് അവൾ കള്ളമാണ് പറഞ്ഞത്. 50,000 രൂപയ്ക്ക് ഇത്രയും വോട്ട് മറിക്കാൻ പറ്റുമോ? എനിക്ക് ആകെ കൂടി 11,111 രൂപയാണ് തന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ 14,000 രൂപ 14 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാനുണ്ട് എന്നൊക്കെ പറയുന്നു. അതുപോലെ ഞാൻ PR അല്ല ORM ആണെന്ന് പറഞ്ഞു. ORM എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻ്റ് ആണ് ORM ആണ് എന്ന് പറയുന്നു, PR അല്ല എന്ന് പറയുന്നു.
അനുമോൾക്ക് എനിക്ക് തരാനുള്ള കാശിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അനുമോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വളരെ ക്രോർപതിയായിട്ടാണ് വരുന്നത്. അനുമോൾക്ക് 65,000 രൂപയാണ് ഡെയിലി സാലറി എന്ന് പറഞ്ഞു വെക്കുന്നു. അത് വെച്ചിട്ട് 100 ഡേയ്സ് വിത്ത് ഈ പ്രൈസ് മണി പിന്നെ വേറെ കുറേ സംഭവങ്ങൾ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായി ഒരു 1 crore അപ്പുറം എത്തിക്കഴിഞ്ഞു അനുമോൾക്ക്. അതിനൊരു 16 ലക്ഷം കൊടുത്താൽ എന്താണ്? അതൊക്കെ മുൻകൂട്ടിയിട്ടാണ് ഇവർ കരാർ ഉറപ്പിച്ച് പോണത് അല്ലേ. ഇനി എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അനുമോള്, നിങ്ങൾ കേട്ടോന്നറിയില്ല, ആ സോഫ സെറ്റ് അവരുടെ ലിവിങ് റൂമിൽ ഇരുന്നു കൊണ്ട് ആദില നൂറയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരു ദൈവത്താണ് സത്യം, ഞാൻ PR കൊടുത്തിട്ടില്ല, ഒരു പൈസയും കൊടുത്തിട്ടില്ല, എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, അവർ ചെയ്യുന്ന വോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ലിവിങ് റൂമിൽ ഇരുന്നിട്ട്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞത്. ദൈവത്തെ പിടിച്ച് സത്യമിട്ട ആളാണ് കേട്ടോ, അമ്പലവാസിയാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദ്ഘാടനമല്ല, ഒരു വരവേൽപ്പ് ഉണ്ടായിരുന്നു അനുമോൾ. അപ്പോൾ ആര്യനാട് അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ദൈവത്തായിട്ട് വളരെ അടുത്ത ആളാണ്, അമ്പലവാസിയാണെന്നൊക്കെ കൂട്ടുകാരിൽ നിന്ന് പറയുന്നുണ്ട്. ഈ അമ്പലവാസിയാണ് ദൈവത്തിനെ പിടിച്ച് സത്യമായിട്ട് ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുകയാണ് ഞാൻ 50,000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന്. ഏതാണ് വിശ്വസിക്കുക? എനിക്കറിയില്ല ഏത് വിശ്വസിക്കേണ്ടതെന്ന്. പിന്നെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ നന്നായി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. MG ശ്രീകുമാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ആൻസർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുക്കിംഗ് എനിക്കറിയാം, ഞാൻ എല്ലാം ഉണ്ടാക്കും, എൻ്റെ വീട്ടിലെല്ലാം ചെയ്യുന്നൊക്കെ. എന്നിട്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ പറയുന്നത് എനിക്ക് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ എന്തുമാത്രം കള്ളങ്ങളാണ് പറയുന്നത്. അതുപോലെ എല്ലാവരെയും പ്രാഗിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടോ, ആരെങ്കിലും നമ്മളെ പ്രാഗുകയാണെങ്കിൽ ഒരു 10 വട്ടം പ്രാഗി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വെറുതെ ഇരുന്ന് പ്രാഗണതായിരിക്കും, പക്ഷെ 10 വട്ടം പ്രാഗി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാഗ് കേൾക്കും. അത് സംഭവം ശരി തന്നെയാണ്. വെറുതെ നമ്മൾ ചെയ്യാത്ത തെറ്റിനായിരിക്കും നമ്മൾ പ്രാഗുന്നുണ്ടാവുക. പക്ഷേ നീ മുട്ടിഞ്ഞു പോട്ടെ ഇങ്ങനെ ഒരു 100 വട്ടം അങ്ങോട്ട് ഇരുന്ന് പറഞ്ഞു നോക്കി, ആ വ്യക്തി മുടിഞ്ഞു പോവുക തന്നെ ചെയ്യും. അതേപോലെയാണ് പ്രാക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവമാണ്. അതുപോലെയാണ് ഈ അനുമോൾ എല്ലാവരും പ്രാകുന്നത്, അതുപോലെ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് പൊസിഷൻ അനീഷിനാണ് കിട്ടേണ്ടത്. സെക്കൻഡ് പൊസിഷൻ നെവിനാണ്. നെവിൻ അത്യാവശ്യം കണ്ടൻറ്റ് കൊടുത്ത് എല്ലാവരും സന്തോഷിപ്പിച്ച്, കരയേണ്ടടുത്ത് കരഞ്ഞ്, കളിക്കേണ്ടടുത്ത് കളിച്ച്, കട്ടെടുക്കേണ്ടടുത്ത് കട്ടെടുത്ത് നെവിൻ നന്നായി കളിച്ചിരുന്ന വ്യക്തിയാണ്. സെക്കൻഡ് പൊസിഷൻ നെവിനാണ്. തേർഡ് പൊസിഷൻ അക്ബറിന് കൊടുക്കണം. അത്യാവശ്യം കുത്തിത്തിരിപ്പും ഗുണ്ടാപ്പണിയൊക്കെ ചെയ്ത് അക്ബറിന് കൊടുക്കണം. ഫോർത്ത് പൊസിഷൻ ഷാനവാസ്, ഇത്രയും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിട്ടും നന്നായി ചെയ്ത് ഷാനവാസിന് കൊടുക്കണം. ഫിഫ്ത്ത് പൊസിഷൻ വേണമെങ്കിൽ അനുമോൾക്ക് കൊടുക്കാം. അനുമോൾ അതിന് അത്രേ കണ്ടൻറ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വിനു ആണ് ആ കണ്ടൻറ്റ് മുഴുവൻ പുറത്ത് കൊണ്ടുവന്ന് പോസിറ്റീവാക്കി തീർത്തത്. ശരിക്കും അതൊക്കെ നമുക്ക് ദേഷ്യം വരുന്ന കണ്ടൻറ്റുകളാണ് അനുമോൾ കൊടുത്തിരുന്നത് അല്ലേ. എന്നിട്ട് അനുമോൾ ആര്യനായിട്ട് സ്വീകരണം കിട്ടിയപ്പോൾ അനുമോൾ പറയാണ്, നിങ്ങളാണ് എൻ്റെ PR, എന്തിനാണ് എന്നെ PR എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. നമ്മളാണോ അനുമോളെ കളിയാക്കിയത്? ഒരിക്കലല്ല, അനുമോൾ തന്നെ, അനുമോളും PR എല്ലാവരും കൂടി പുറത്തേക്ക് വിട്ടതാണ് ഈ PR കഥകൾ. അത് നിങ്ങളെന്തിനാണ് എന്നെ കളിയാക്കുന്നത് PR എന്ന് പറഞ്ഞിട്ട്? ജനങ്ങളാണ് എൻ്റെ PR എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ശരിക്കും അനുമോളോട് പറയുന്നത്. പിന്നെ ഞാനൊരു ഒരാൾ മെസ്സേജ് എഴുതിയിരിക്കുകയാണ് കേട്ടോ, 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് ഞാൻ വോട്ട് പിടിച്ചത് എന്ന് പറയാണ് ഒരാൾ. അയാൾക്ക് ശരിക്കും ഞാൻ അത് ആദ്യമേ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, നമ്മുടെ കേരളം തമിഴ്നാട്ടിനെ പോലെ ആരാധന മൂത്തുനിന്ന് 1 വീക്ക് ലീവ് എടുത്ത് വോട്ട് പിടിക്കാൻ മാത്രമേ ഈ അനുമോൾ എന്ത് ചെയ്തു അവിടെ? ഇയാൾക്ക് എങ്ങനെ അത്രയും അഡിക്ഷൻ വന്നു? അപ്പോൾ ഇയാൾ വേറെ PR ആയിരിക്കും, അല്ലാതെ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അല്ലാണ്ട് സ്വന്തം ജോലി, സ്വന്തം ഭാര്യനെയും മക്കളെയും നോക്കേണ്ട ഒരാളാണ് കേട്ടോ. നോക്കേണ്ട സ്ഥാനത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ വോട്ട് പിടിക്കുന്നത് എന്തിനാണ്? അപ്പോൾ പിന്നെ ഇയാളുടെ പണി എന്താണ്? PR വർക്ക് തന്നെ, വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ അനുമോൾ മൈക്കിൽ കൂടെ പറയുകയാണ്, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നു, എനിക്കങ്ങനെ കണ്ടൻറ്റ് പ്രത്യേകിച്ച് ക്ഷാമൊന്നും ഉണ്ടായില്ല, എല്ലാവരും എൻ്റെ മെക്കെട്ടായത് കൊണ്ട് എനിക്ക് കണ്ടൻറ്റ് ഒരുപാട് കിട്ടി എന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് കണ്ടൻറ്റ് അവിടെ ഉണ്ടാക്കി കൊടുത്തു. ശരിയാണ്, എല്ലാവരും അനുമോളുടെ മെക്കെട്ട് എന്തുകൊണ്ട്? എല്ലാവരും അനുമോൾ ഓരോ വൃത്തികേട് പറഞ്ഞിട്ടാണ് തളർത്തിയിരിക്കുന്നത്. വെറുതെ ഒരു വഴക്കല്ല, വൃത്തികേടുകൾ പറഞ്ഞ് തളർത്തി. അപ്പോൾ പിന്നെ എല്ലാവരും മെക്കെട്ട് തിരിച്ച് സ്വാഭാവികമാണ്, തിരിച്ച് എല്ലാവരും അനുമോൾക്ക് നേരെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതൊന്ന് നേരിടാനുള്ള ശേഷി നമുക്ക് വേണം. അനുമോൾക്ക് ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിനുവിന് എളുപ്പമായത്, പണി നല്ല എളുപ്പമായി. കാരണം അനുമോളോട് പറഞ്ഞു കൊടുത്തു ആദ്യം ട്രിക്കുകൾ, ഇങ്ങനെയൊക്കെ ചെയ്തോളോ, തിരിച്ചടിക്കുമ്പോൾ ഞാനത് വലിയ പോസ്റ്റാക്കി ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം കണ്ടൻറ്റ് കിട്ടി. എന്തിനാണ് ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട്, നല്ല നല്ല പ്ലെയേഴ്സിനെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ചതിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് എന്തിനാണ് ഉപകരിക്കാമെന്നറിയോ? നമുക്ക് നല്ല യൂസിന് ഉപകരിക്കാൻ ഒരിക്കലും പറ്റില്ല. മറ്റുള്ളവരെ ചതിച്ച് നേടുന്ന പൈസയാണത്, അല്ല PR കൊടുത്ത് നേടുന്ന പൈസയാണ്, നമ്മൾ കളിച്ച് നേടിയ പൈസയല്ല. അപ്പോൾ ആ പൈസ നമുക്ക് എന്തിനും ഉപകരിക്കാൻ പറ്റും? ആശുപത്രി ചെലവിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.